നമസ്കാരം. മണ്ണും മനസ്സിലേക്ക് സ്വാഗതമേ. എൻ്റെ കൃഷിത്തോട്ടം മധുരക്കിഴങ്ങ് പിന്നെ ഇവിടെ ഈ പറമ്പിൽ കിടന്നതാണ്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ച് ചാക്കിനകത്താക്കാം എന്ന് കരുതി. അതിനകത്ത് കുറച്ച് പള്ളി നട്ടേക്കാം. ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ആനക്കൊമ്പൻ വെണ്ടയൊക്കെ ഇന്ത്യ തലയിരിച്ചു പോയി. ആനക്കൊമ്പൻ കാണാൻ പറ്റുന്നില്ല. ആനക്കൊമ്പൻ കണ്ട വെഴുക്കൂരിട്ടാനൊക്കെ നല്ല സൂപ്പറാണേ. ഞാൻ ഒരു 6 പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. എൻ്റെ നല്ല കട്ടിയുള്ള, അധികം കട്ടിയില്ല, എന്നാലും ഇന്ന് കുതിരട്ടെന്ന് വിചാരിച്ചു. എൻ്റെ കൃഷിത്തോട്ടമാണ്. കണ്ടോ കാണോ കണ്ടോ ഈ കുക്കുംബർ കണ്ടോ. കുക്കുംബർ ഇട്ടേക്കുക അങ്ങ് വരെ ഒരു 10-80 മൂടുണ്ട്. 50 മൂടുണ്ട്. പിന്നെ ഈ വിത്തുകളൊക്കെ മേടിക്കുന്നത് കല്ലന്താഴം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. കൊല്ലത്തുനിന്ന് വരുമ്പോൾ നമ്മൾ കൊട്ടാരക്കര റൂട്ട് എന്ന് പറഞ്ഞാൽ കടപ്പാക്കട റൂട്ട് കൊട്ടാരക്കരയിലോട്ട് പോകുന്ന ആ റൂട്ടിൽ കൃഷിഭവൻ്റെ തന്നെ ഒരു സെൻ്ററുണ്ട്. ഈ പച്ചക്കറി തൈകളും പിന്നെ മെഷീനറികളും, അവിടുത്തെ മെഷീനറി ട്രാക്ടറൊക്കെ ഓടിഞ്ഞ പിന്നെ അവിടുത്തെ വിത്തും നല്ല സൂപ്പർ തൈകളാണ്. തൃശ്ശൂരിൽ നിന്നാണ് അവർ വരുത്തുന്നത് ആ സാർമാർ. പിന്നെ നല്ല സഹകരണമാണ്. നമുക്ക് കൃഷിയെ പറ്റി നമുക്ക് വലിയ അറിവ് കാണുമായിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് ചിലതൊക്കെ മറന്നു പോകും, ചിലപ്പം ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പം നമ്മൾ അവിടെ ചെന്ന് കാര്യം പറഞ്ഞാൽ നമ്മൾ കൃഷിയിൽ പയറിനകത്ത് മുന്നയായി എന്താ ചെയ്യാൻ പറ്റും, നേരത്തെ കുട്ടി എന്താ ചെയ്യണം, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തൈകളൊക്കെ വരുന്നത്. ഒന്ന് നേരത്തെ നല്ല തൈകൾ മേടിക്കും, നല്ല വിത്തുകളും നല്ല തൈകളും നട്ടുകെങ്കിൽ നമുക്ക് നല്ലതുപോലെ കായ്ഫലം കിട്ടത്തുള്ളൂ. കായ്ഫലം കിട്ടണമെങ്കിൽ വളങ്ങളും കാര്യങ്ങളെല്ലാം അവിടുന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. നല്ല സ്നേഹത്തോടെ അവർ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ വീണ്ടും വരാം. ഓക്കെ, ഇന്ന് എൻ്റെ വിത്ത് നടിയിലാണ് ആനക്കൊമ്പൻ. ഓക്കെ.